സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ്നസ് ടി വിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ കുടുംബവും എത്രയോ സന്തോഷകരമായ ഒരു അനുഭവം, നമ്മളുടെയൊക്കെ സ്വപ്നം അതാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ സന്തോഷത്തോടെ ഇരിക്കുന്നു, മക്കൾ അതിനേക്കാൾ സന്തോഷം. ആ സ്നേഹം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിയുമ്പോൾ അത് അഭിവൃദ്ധമാകുന്ന അനുഭവം, അതല്ലേ സ്വർഗതുല്യമായ ഒരു അനുഭവം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾക്ക് മധുരം കൊടുക്കുന്ന മക്കൾ, സ്നേഹത്തിൻ്റെ മാധുര്യം കൊടുക്കുന്ന മക്കൾ എത്രയോ അനുഗ്രഹീതമാണ്. നമുക്ക് അങ്ങനെ ഒരു നല്ല കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. എറണാകുളം അതിരൂപതയിലെ കാഞ്ഞൂർ വെള്ളാരപ്പള്ളി സെൻറ്റ് ജോസഫ് പള്ളി ഇടവകയിൽപ്പെട്ട പുത്തമ്പരയ്ക്കൽ കുടുംബമാണ്. കൊച്ചുവർക്കിച്ചേട്ടൻ 9 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി മറിയം കുട്ടിച്ചേടത്തി ഇപ്പോൾ ഇവിടെ ഉണ്ട്. 86 വയസ്സുണ്ട്. ദൈവം അവർക്ക് ധാരാളമായ കൃപ കൊടുത്തു. ആ കൃപ മക്കളുടെ രൂപത്തിലാണ്. 5 മക്കളെ ദൈവം കൊടുത്തു, 2 ആൺമക്കളും 3 പെൺമക്കളും. അതിലൊരു മകൾ സിസ്റ്റർ നീസ വർക്കി ഇപ്പോൾ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിലെ അംഗമായി ചാലക്കുടി ശുശ്രൂഷ ചെയ്യുന്നു. ദൈവാനുഗ്രഹത്തിൻ്റെ വലിയൊരു അടയാളമാണ് ഒരു മകൻ്റെ മകൻ ഫാദർ ഷെറിൻ എറണാകുളം അതിരൂപതയിൽ വികാരിയായി ജോലി ചെയ്യുന്നു. നമുക്ക് ആ കുടുംബത്തെ ഇന്ന് പരിചയപ്പെടാം. മക്കളെ എങ്ങനെയെങ്കിലും വളർത്തി വലുതാക്കണം എന്ന ഒഴുക്കൻ മട്ടിലല്ല, മറിച്ച് മക്കളെ നന്നായി വളർത്തണമെന്നും അവർ സഭാസ്നേഹമുള്ളവരും ജീവിത വിശുദ്ധിയുള്ളവരും ആയിരിക്കണമെന്ന ഉറച്ച മനോഭാവത്തിലാണ് മക്കളെ പുത്തൻപുരയ്ക്കൽ ഭവനത്തിലെ മാതാപിതാക്കൾ വളർത്തിയത്. അവർക്ക് ദിശാബോധം നൽകുന്നതിലും മാതൃകയാകുന്നതിലും മറിയംകുട്ടിയും കൊച്ചുവർക്കിയും അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തി. എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും ശരിക്കും പറഞ്ഞാൽ ഇണപ്രാക്കളായിട്ട് നടന്ന ഒരു ദമ്പതിമാരാണ് അവർ. പ്രാർത്ഥനയും കുടുംബത്തിലുള്ള സ്നേഹവും ഒക്കെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 2 ദൈവവിളി ഉണ്ടായത് എന്ന് ഉറച്ച് വിശ്വസിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും ഞാൻ വരുന്നു എന്ന് പറയുമ്പോൾ എന്നെ കാത്തിരിക്കുകയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുകയും ക്രിസ്മസ് ഈസ്റ്ററൊക്കെ വരുമ്പോൾ എന്നെ കാണാൻ വരണം എന്ന് ആങ്ങളമാരെ ഒരുപാട് പ്രചോദിപ്പിക്കുകയും അതിനുവേണ്ട സാധനങ്ങൾ ഒരുക്കി കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് അമ്മയാണ്. ഒരുപാട് എനിക്ക് സന്തോഷം തന്നിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. മഠത്തിൽ എന്നെ കാണാനായിട്ട് അമ്മയൊക്കെ വരുമ്പോൾ സിസ്റ്റേഴ്സിന് അമ്മയുടെ ആ ചൊടിപ്പും അല്ലെങ്കിൽ ആ എന്താ പറയുക പ്രസരിപ്പൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമായിട്ട് സിസ്റ്റേഴ്സ് പറയാറുണ്ട്. പിന്നെ അമ്മയുടെ അപ്പൻ്റെയും പ്രാർത്ഥനയാണ് ഞങ്ങളെ ഇത്തരത്തിൽ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് എന്നൊരു വിശ്വാസം തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ട്. അമ്മയുടെ അപ്പൻ്റെയും ആ മാതൃകാപരമായ ജീവിതം കൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിലെത്തിയതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ തന്നെ അമ്മ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പാടത്ത് കൊയ്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ചുവന്നു കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടു, ആദ്യകാലത്ത് കഷ്ടപ്പെട്ട് ജീവിച്ചതാണ്.
പക്ഷേ അമ്മയുടെ അപ്പൻ്റെയും ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ദൈവം സഹായിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരുവിധം സമാധാനത്തോടും അതുപോലെ സന്തോഷത്തോടും കൂടി പോകണം. പിന്നെ മക്കളുടെ മക്കളൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ജീവിച്ചു പോകണമെന്ന് ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് തോന്നുന്നുണ്ട്. അത് അപ്പൻ്റെ അമ്മയുടെ ആ മാതൃകപരമായ ജീവിതം കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഞങ്ങളെ പള്ളിയിൽ പോകാനും ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കുകയും ഞങ്ങളെ പള്ളിയിൽ സ്ഥിരം പോകാനൊക്കെ പഠിപ്പിച്ചത് അപ്പനും അമ്മയാണ്. അമ്മയും അപ്പനും സ്ഥിരം പള്ളിയിൽ പോകുമായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ആ മാതൃകാപരമായിട്ട് ഞങ്ങൾക്ക് തുടർന്നു പോകാനായിട്ട് സാധിച്ചത്. മാതൃസ്നേഹം എങ്ങനെ ഘോഷിക്കപ്പെടാതിരിക്കും? സ്വന്തം വേദനകളും ഞെരുക്കങ്ങളും മക്കളെ അറിയിക്കാതെ അവർക്ക് പ്രത്യാശയും ധൈര്യവും നൽകി അവരെ മുന്നോട്ട് നയിക്കുന്ന മറിയംകുട്ടി അമ്മയെപ്പോലുള്ള അമ്മമാരുള്ളപ്പോൾ, സ്വന്തം വേദനകളെ ദൈവസന്നിധിയിൽ ഇറക്കാൻ ശീലിക്കുക മാത്രമല്ല, ജപമാല ഓരോ മക്കളുടെയും കൈകളിൽ കൊടുത്ത് അവരെയും പഠിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലൊരു പ്രചോദനം എപ്പോഴും അമ്മയിൽ നിന്നാണ്. കാരണം അത്ര വളരെ എനർജറ്റിക് ആയിട്ടാണ് അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് കണ്ടാണ് ഞങ്ങളുടെ ദിനചര്യകൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് മുൻകൂട്ടി പോകുന്നതൊക്കെ. എല്ലാ ദിവസവും രാവിലെ എനിക്ക് തോന്നുന്നു അമ്മ ഒരു 4:30 ആകുമ്പോഴത്തേക്കും അമ്മ രാവിലെ തന്നെ എഴുന്നേൽക്കും. അമ്മ എഴുന്നേറ്റ് ഞങ്ങളെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അമ്മ കുളിച്ച് റെഡിയായി അമ്മ പള്ളിയിൽ പോകും. എല്ലാ ദിവസവും പള്ളിയിൽ പോകും, ദിവ്യബലിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങളെല്ലാവരും പോകാറുണ്ട്, പള്ളിയിൽ എല്ലാ ദിവസവും പോകും. പക്ഷെ അമ്മ അതിനൊരു പ്രചോദനം ഞങ്ങൾക്ക് എപ്പോഴും അമ്മയിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പനുണ്ടായിരുന്ന സമയത്താണെങ്കിലും വളരെ രണ്ടുപേരും വളരെ സൗഹാർദ്ദത്തിൽ നല്ല രീതിയിൽ, ഇടയ്ക്കൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ഒരസലുകളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും ഒരു ദിവസത്തിൻ്റെ പകുതി പോലും നിൽക്കില്ല അപ്പനും അമ്മയും. അപ്പനാണെങ്കിൽ അമ്മേനെ കാണാതെ ഒരിക്കലും ഇരുന്നിട്ടുമില്ല. അമ്മയ്ക്ക് ഒരു 10-25 വർഷം കൂടി ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾക്ക് ആയുസ് കൊടുത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചേട്ടൻ മരിച്ചപ്പോൾ അമ്മ ഇവിടെ നിന്ന് തുടങ്ങി നടന്ന് വീട്ടിൽ വന്ന് ഒത്തിരിയും സമയങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട്. അമ്മയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നേക്കണത്. അമ്മ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ജോലി ചെയ്യാനാണെങ്കിലും അങ്ങനെ മറ്റുള്ളവരോട് പെരുമാറാനാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ആദ്യം ഓർമ്മ വന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളിൽ ആരെങ്കിലും വരുമ്പോൾ അവരോട് പെരുമാറാനുള്ള ഒരു നല്ല രീതി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മാതാപിതാക്കളെ കുറിച്ച് ഒരു വ്യത്യസ്തമായിട്ട് കണ്ട കാര്യം, പേരക്കിടാങ്ങളെ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ സമയം വരെയും കൂടെ കിടത്തിയിട്ടുണ്ട്. അപ്പനായാലും അമ്മയായാലും മറ്റുള്ളവർക്ക് കാണാത്തൊരു സംഭവമാണ് ഞാൻ കണ്ടേക്കണേ. കാരണം പേരക്കിടാങ്ങളെ കൂടെ കിടത്തി ഓർക്കുക എന്നുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഇത്രയും പ്രായമായെങ്കിലും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവമുണ്ട്. കൊച്ചുവർക്കി എന്ന പിതാവ് ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും ആ അപ്പന്റെ അനുഗ്രഹം മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നതിൽ സംശയം. സഭാമാതാവിന്റെ മടിത്തട്ടിൽ വളരെ ശ്രദ്ധയോടെയാണ് മറിയംകുട്ടി അമ്മ വളർന്നു വന്നത്. മക്കളും അങ്ങനെയായി തീർന്നതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ് ഈ അമ്മ. മക്കളും പേരക്കിടാങ്ങളും സഭാവിരോധികളാകാതെ സമർപ്പണ ജീവിതം തെരഞ്ഞെടുത്തപ്പോൾ ഉണ്ടായ സന്തോഷം എത്ര ഭൗതിക സമ്പത്ത് ലഭിച്ചാലും ഉണ്ടാകില്ല എന്നുറപ്പ്. പുത്തമ്പരയ്ക്കൽ കുടുംബത്തിൻ്റെ എല്ലാ ഹൃദയത്തുടിപ്പും സ്നേഹവും കൂട്ടായ്മയും എല്ലാം അനുഭവിച്ചറിയുന്ന, അവരോടൊപ്പമായിരിക്കുന്ന ഇടവക വികാരിച്ചൻ ജോയ് പ്ലാക്കലച്ചൻ ഇപ്പോൾ ഈ കുടുംബത്തെക്കുറിച്ച് അരപ്പള്ളി ഇടവകയിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമാകാറായി. ഈ ഇടവകയിൽപ്പെട്ട പുത്തമ്പരയ്ക്കൽ കുടുംബമാണിത്. ഈ കുടുംബത്തിലെ അമ്മച്ചി ഇപ്പോൾ 86 വയസ്സ് പൂർത്തിയാകുകയാണ്. സാധാരണ ധാരാളം പേര് പള്ളിയിൽ വരാറുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ എല്ലാ ദിവസവും ഏറ്റവും നേരത്തെ വരുന്ന അമ്മച്ചിയാണ് മറിയംകുട്ടി ചേട്ടത്തി. എല്ലാ കർമ്മങ്ങളിലും തിരുക്കർമ്മങ്ങളിലും പങ്കെടുക്കുന്ന
ഏറ്റവും ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള അമ്മച്ചിയാണ് മറിയൻകുട്ടി ചേട്ടത്തി. അമ്മച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അമ്മച്ചിയുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കും. അമ്മച്ചി അത്രമാത്രം കാര്യത്തോടെയാണ് നമ്മളെയൊക്കെ കാണുക. വളരെ കെയറിങ് ആണ്. ഈ വീടിൻ്റെ മുൻവശത്തു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അമ്മച്ചിയുമായിട്ടൊന്ന് നമ്മൾ സംസാരിക്കാതെ പോകാറില്ല. അത്രമാത്രം വലിയ കാര്യമാണ് ഞങ്ങളോടൊക്കെ. അമ്മച്ചിക്കിപ്പോൾ 86 വയസ്സുണ്ടെങ്കിൽ തന്നെയും അതിൻ്റേതായിട്ടുള്ള യാതൊരു ശാരീരിക മാനസിക ഒരു ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് ഇതുവരെയും അനുഭവപ്പെട്ടിട്ടില്ല. അമ്മച്ചി പള്ളിയിൽ രാവിലെ നടന്നു വരുന്നു, ഏറ്റവും ആദ്യം എത്തുന്നു. പള്ളിയിലെ തിരുക്കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മച്ചി സന്തോഷമായിട്ട് പോവുക. അതുകൊണ്ട് ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അമ്മച്ചിയുടെ ഈ സാന്നിധ്യം എന്ന് പറയുന്നത്, അമ്മച്ചിയുടെ ഈ രീതികൾ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ ഒരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് അമ്മച്ചിക്ക് ആയുരാരോഗ്യങ്ങൾ നേരുന്നു. തുടർന്നും അമ്മച്ചിയെ സർവേശ്വരൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കുമെന്ന തിരുവാക്യം പഠിപ്പിക്കുന്നത് പോലെ ഈ കുടുംബം ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ്. പ്രാർത്ഥനയിൽ വളർന്ന മക്കൾ എവിടെ പോയാലും മറ്റുള്ളവർക്ക് മാതൃക നൽകുന്നവരായിരിക്കുമെന്ന് മറിയൻകുട്ടി അമ്മയ്ക്കറിയാം. മകളെക്കുറിച്ച് മരുമകൻ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഒരു മരുമകനായിട്ടല്ല ഈ വീട്ടിലുള്ളവർ എന്നെ കണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് അപ്പനും അമ്മയും. മകനായിട്ടാണ്. ഞങ്ങളോടും പള്ളിയിൽ പോകാൻ പറയും. മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും, ഭയമിനിയും വേണ്ട. 4ാം തലമുറയിലേക്ക് വിശ്വാസവും വിശുദ്ധിയും ഒഴുകിയത് മറിയൻകുട്ടി അമ്മയിൽ നിന്നാണ്. പേരക്കുട്ടി പൗരോഹിത്യ ജീവിതം തെരഞ്ഞെടുത്തതിന് പിന്നിൽ ഈ അമ്മാമ്മയുടെ പ്രാർത്ഥനയുണ്ട്. തിരുവൾത്താരയിൽ ആരുമറിയാതെ സമർപ്പിച്ച നിയോഗങ്ങളിൽ ഈ കൊച്ചുമോന്റെ പൗരോഹിത്യ ജീവിതമുണ്ടായിരുന്നു. എനിക്ക് ഈ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരിയേറെ ഓർമ്മകൾ കടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് അമ്മയെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. കാരണം അമ്മയും അപ്പനും ഉള്ള തറവാട്ടിൽ ഏകദേശം 10ാം ക്ലാസ് വരെ പഠിച്ച് അവിടെ ആയിരുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ അവരോടൊപ്പം ആയിരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൻ്റെ കൂടെയാണ് 10ാം ക്ലാസ് വരെയുള്ള സമയത്ത് ഞാൻ കിടന്നുറങ്ങിയിരുന്നത് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാ ദിവസവും അനുദിനം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ഇപ്പോഴും ഈ പ്രായത്തിലും ചുറുചുറുക്കോടുകൂടി അനുദിനം പള്ളിയിൽ പോകാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കുന്ന വ്യക്തിത്വമാണ്. അതിലപ്പുറമായിട്ട് നമ്മളെക്കുറിച്ചും മക്കളെക്കുറിച്ചൊക്കെ വളരെ വാചാലയാവുന്നൊരു വ്യക്തിത്വമാണ് അമ്മ എന്ന് പറയുന്നത്. ഞാനിവിടെ മഠത്തിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കടന്നു ചെല്ലുമ്പോഴത്തേക്കും ശരി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവനിവിടെ ആയിരുന്നു, അവനത് പറ്റി ഇത് പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വാചാലയായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് മറ്റുള്ളവർ എന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ചെറുതിൽ ഇവിടെ നിന്നാണ് പഠിച്ചിരുന്നത്. അതായത് 1ാം ക്ലാസ് വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. എപ്പോഴും അമ്മയുടെ കൂടെയായിരുന്നു. സ്കൂളിൽ കൊണ്ടുപോകാനും വാനിൽ കയറ്റി വിടാനും ഒക്കെ അമ്മ തന്നെയാണ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത്. മക്കളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചും അവരുടെ കൊച്ചുമക്കളെക്കുറിച്ചും അതുപോലെ ശ്രദ്ധിച്ച് ഇപ്പോഴും ചുറുചുറുക്കോടെ ഓടി നടക്കുന്ന സുന്ദരിയായ അമ്മയാണ് ഞങ്ങളുടെ അമ്മ. വിശ്വാസത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിച്ചു പോകാൻ എല്ലാ സാധ്യതകളുമുള്ള ഈ കാലഘട്ടത്തിൽ പുതുതലമുറയെ ദൈവത്തോട് ചേർത്ത് നിർത്താൻ കണ്ണീരോടുകൂടെയുള്ള പ്രാർത്ഥനയല്ലാതെ മറ്റു മാർഗമില്ല. ഈ കൊച്ചുമക്കൾക്കു വേണ്ടി അമ്മാമ്മയും അവരുടെ മാതാപിതാക്കളും ഒഴുക്കിയ കണ്ണുനീർ നിഷ്ഫലമായില്ല. ഇവർ ദൈവത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന
ദൈവ പൈതങ്ങളായി മാറി. അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ 2.5 വർഷമായിട്ടുള്ള ഇവിടെ എത്തിയിട്ട് എനിക്ക് നല്ലൊരു സ്നേഹമാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. അമ്മയുടെ കയ്യിൽ നിന്ന് ഒരുപാട് സ്നേഹം തിരിച്ച് അങ്ങോട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനാണ് എല്ലാ ദിവസവും അമ്മയുടെ ഒപ്പം കിടക്കണത്. പിന്നെ എനിക്ക് അമ്മേനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും എക്സാമിന് പോകുമ്പോൾ അമ്മയുടെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പോണത്. ഇതുവരെ എനിക്ക് അതിന് വേറെ മാർക്ക് അറിയില്ല, 100% മാർക്ക് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പണ്ടത്തെ കഥകളൊക്കെ ചോദിക്കും. ഭക്തി എന്ന് പറയുന്നത് കിട്ടിയിട്ടുള്ളത് അമ്മയുടെ അടുത്തു നിന്നാണ്. ഇപ്പം ഞാനെങ്ങാനും പ്രാർത്ഥനയ്ക്ക് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന അമ്മയാണ്. മാതാപിതാക്കൾ മക്കൾക്ക് ചൊല്ലിക്കൊടുക്കുന്നതിനേക്കാൾ വലുതാണ് ദൈവസന്നിധിയിൽ അവർക്കായി ചൊല്ലിക്കൂട്ടുന്ന ജപമാല പ്രാർത്ഥനകളും യാചനകളും. മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം. അവർ നമ്മെയും ദൈവത്തെയും വിട്ട് എവിടേക്കും പോകില്ല. ഞാൻ ഇവിടെ വന്ന കാലം മുതൽ ജീവിച്ച് വേല ചെയ്ത് മക്കളെയും വളർത്തി എൻ്റെ അപ്പനും അമ്മയും ഇവിടെ വന്നപ്പോഴുള്ള അപ്പനും അമ്മയും ഒക്കെ ആയിട്ട് യോജിച്ച് ഞങ്ങൾ അങ്ങോട്ട് വീണതും ചേർത്തിയാരും അനിയത്തിയാരും എല്ലാവരോടെ കൂടി എൻ്റെ മക്കളും എല്ലാവരോടെ കൂടി യോജിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞങ്ങൾ ഒരു ആരോഗ്യം അതുകൊണ്ട് വർത്താനം പറഞ്ഞ് സ്നേഹത്തോടു കൂടി ജീവിച്ചാൽ പോയത്. എൻ്റെ മക്കളും ഞാനും വന്ന മക്കളും ഒക്കെ ആയിട്ട് വളരെ സ്നേഹത്തോടു കൂടി ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കുന്നു, സമാധാനത്തോടു കൂടി ജീവിക്കുന്നു. അവരോട് ഞാൻ പറയണതും അവർ സമാധാനത്തോടു കൂടി എന്നോട് യോജിച്ച് ജീവിച്ച് സമാധാനത്തോടു കൂടി ഒക്കെ പോകാൻ. പ്രായമായ മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കൾക്ക് എങ്ങനെ സന്തോഷം മക്കൾക്ക് കൊടുക്കാൻ കഴിയും, ജീവിത സായാഹ്നകാലത്ത് ഏത് രീതിയിൽ ജീവിതത്തെ നോക്കിക്കാണണമെന്ന് നല്ലൊരു സന്ദേശം അഭിമന്യ പിതാവ് ഇപ്പോൾ നൽകുന്നത് നമുക്ക് കേൾക്കാം. മാതാപിതാക്കളെ നോക്കി അന്വേഷിക്കുന്നത്, അവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കാനായി മക്കൾക്ക് സാധിക്കുന്നത് ഒരു വലിയ സൽകൃത്യമാണ്. പലപ്പോഴും പ്രസംഗങ്ങളിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്, ചില പുസ്തകങ്ങളിലൂടെ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽ മാതാപിതാക്കളെ നോക്കി അന്വേഷിക്കാത്ത മക്കളാണ് ഉള്ളത് എന്ന്. എന്നാൽ എനിക്ക് അനുഭവം കൊണ്ട് മറ്റു ചില അഭിപ്രായങ്ങളാണ് ഉള്ളത്. സദേൺ ജർമ്മനിയിൽ ഒരു പള്ളിയിൽ കുറേ വർഷങ്ങൾ എൻ്റെ റോമിലെ പഠനകാലത്ത് വർഷത്തിൽ 1 മാസം വീതം ശുശ്രൂഷ ചെയ്യാനായിട്ട് അവസരമുണ്ടായിട്ടുണ്ട്. ഇവിടെ ആ പള്ളിയിലെ കപ്പ്യാര് ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു. ഭാഷാപരമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്ന വൈദികരെന്ന നിലയിൽ എന്നോടും എൻ്റെ മുൻഗാമികളോടും പിൻഗാമികളോടും ഒക്കെ വളരെ സ്നേഹം കാണിച്ചിരുന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ 6 മക്കളിൽ 3 പെൺമക്കൾ, അതിൽ 2 പേര് അവിവാഹിതരായി കഴിയുകയാണ്. അതിൻ്റെ സാഹചര്യങ്ങളും കാരണങ്ങളും ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായത്, അവർക്ക് മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനായിട്ടുള്ള വ്യഗ്രത മൂലം തങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ മാതാപിതാക്കളെ അന്വേഷിക്കുവാനായിട്ട് സാധിക്കാതെ വരുമോ എന്നുള്ളൊരു വ്യഗ്രതയാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത് എന്ന്. ഇനി അടുത്ത കാലത്തും അവിടെ ചെന്നപ്പോൾ ബെഡ് റിഡനായി കട്ടിലിൽ മാത്രം കിടന്ന് ജീവിതം കഴിക്കേണ്ടതായിട്ട് വരുന്ന ഈ കപ്പ്യരായ ആളെ, മാൻഫ്രെഡ് എന്ന പേരായ ആളെ ശുശ്രൂഷിക്കാനായിട്ട് ഈ പെൺമക്കൾ 2 പേരും, അതിലൊരാൾ ജോലിക്ക് പോയി, ജോലിക്ക് തിരിച്ചു വന്ന ശേഷം അപ്പനെ ശുശ്രൂഷിക്കുന്നു, മറ്റേയാൾ പൂർണ്ണ സമയവും അവിടെ വ്യാപൃതയാകും. ഇത് വളരെ ഹൃദയസ്പർശിയായ ഒന്നായിട്ട്
എനിക്ക് തോന്നുകയുണ്ടായി. ഇത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരുപക്ഷെ വളരെ സാധാരണമായി കാണുന്ന ഒന്നായിരിക്കുകയില്ല, എങ്കിലും അങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മക്കളോട് സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷം അവർ പങ്കുവയ്ക്കാറുണ്ട്. അവർ പറയുന്നു, മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച മാതാപിതാക്കൾ അവരുടെ അവസാന കാലമാകുമ്പോൾ അവരെ ആരും അന്വേഷിക്കാനില്ലാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷം അതൊരിക്കലും ഉണ്ടാകരുത് എന്ന ഞങ്ങളുടെ ചിന്തയാണ് ഈ ശുശ്രൂഷയ്ക്ക് കാരണമായിട്ട് തീർന്നിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഒത്തിരി ഹൃദയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും മക്കള് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മേഖലയാണിത്. നിങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച മാതാപിതാക്കൾ അവസാന കാലത്ത് ജീവിക്കാൻ മാർഗമില്ലാതെ സ്വന്തം ഭവനത്തിൽ ഇടമില്ലാതെ കഴിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ളൊരു ശ്രദ്ധ നമുക്കുണ്ടാവട്ടെ. അവരെ അന്വേഷിക്കുവാനായിട്ടും അവർക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കാനായിട്ടുള്ളൊരു സന്നദ്ധത നിങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഓരോ കുടുംബവും ദൈവത്തിൻ്റെ ഭാവനയിൽ സ്വർഗത്തിൻ്റെ മറ്റൊരു പതിപ്പായിട്ടാണ് ദൈവം കാണുന്നത്. പരിശുദ്ധ ത്രിത്വത്തിൽ 3 ആളുകളുണ്ട്. ആ 3 ആളുകൾ തമ്മിൽ വ്യക്തിപരമായി ഗാഠമായ ബന്ധം, പരസ്പരമുള്ള സ്നേഹം, പങ്കുവയ്ക്കുന്ന അനുഭവം, ആശയവിനിമയം, പരസ്പരം തുല്യരായി കരുതുന്നു. ഇത്തരം അനുഭവങ്ങളാണ് പരിശുദ്ധ ത്രിത്വത്തെ ഒരു കൂട്ടായ്മയുടെ അനുഭവം കൊടുക്കുന്നത്. അതേ അനുഭവമാണ് ഓരോ കുടുംബത്തെയും സ്വർഗമാക്കുന്നതും. ഈ പുത്തമ്പരയ്ക്കൽ കുടുംബം സ്വർഗത്തിൻ്റെ ഭൂമിയിലെ ഒരു പതിപ്പായി അനുഭവപ്പെടുകയാണ്. ദൈവാനുഗ്രഹമുള്ള ഒരു കുടുംബത്തെ ഇവിടെ കാണാൻ പറ്റും. വാസ്തവത്തിൽ ഇവിടെ ഈ കുടുംബം ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യർക്കും നല്ല ഒരു സന്ദേശം നൽകുന്നു. സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, പങ്കുവയ്ക്കുന്ന, കരുതലുള്ള സ്നേഹത്തിൻ്റെ മറുവാക്ക്. ഈ അമ്മ, ഈ പുത്തമ്പരയ്ക്കൽ കുടുംബം അനുഗ്രഹീതമാണ്. ഈ അമ്മ ഈ കുടുംബത്തിൽ ഇപ്പോഴും പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉരുകി ചെറുതായി വരുമ്പോൾ പ്രകാശം കൊടുക്കുന്ന അമ്മയെ ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹമായി തീരട്ടെ. ഈ കുടുംബത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു. ദൈവാനുഗ്രഹം ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുഡ്നെസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഈ പുത്തമ്പരയ്ക്കൽ കുടുംബത്തിന് മറിയൻകുട്ടി ചേടത്തിക്കും മക്കൾക്കും സ്നേഹത്തോടെ നൽകും. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു നല്ല കുടുംബത്തെ പരിചയപ്പെടുന്നതുവരെ നന്ദി, നമസ്കാരം. പിശുക്കു കാണിക്കാതെ നാം കൊടുക്കുന്ന സ്നേഹം 100 ഇരട്ടിയായി നമുക്ക് തിരിച്ചു കിട്ടും. ദൈവത്തെ സ്നേഹിച്ച് ഒട്ടും പിശുക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാം. മധുരം ജീവിത സായാഹ്നം, മഹനീയം ഈ സായം സന്ധ്യ. ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. ഭയമിനി